ഡിയർ സ്റ്റുഡൻസ്, നവോദയയുടെ 8th നവോദയയുടെ ഇംഗ്ലീഷ് ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വേർബ്, പ്രെഡിക്കേറ്റ്. ഈ കാര്യം എന്താണെന്നാണ്. സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റ്, ഒബ്ജക്റ്റ്, വേർബ്. ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. ഇവിടെ രാജു kills a snake. ഈ സെന്റൻസിനകത്ത് 1, 2, 3, 4 വേർഡ്സ് ഉണ്ട്. രാജു കിൽസ് എ സ്നേക്ക്. ഒരു സെന്റൻസിനെ മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം അതിന്റെ വേർബിനെ കണ്ടെത്തണം. ഇവിടെ എല്ലാവർക്കും അറിയാം, ഇതിനകത്ത് കിൽസ് ആണ് വേർബ്. രാജു ആണ് സബ്ജക്റ്റ് എന്നും കിൽസ് ആണ് വേർബ് എന്നും ആർക്കും അറിയാം. എ സ്നേക്ക് ആണ് ഒബ്ജക്റ്റ്. അപ്പൊ രാജു സബ്ജക്റ്റ് ആണ്, കിൽസ് വേർബ് ആണ്, എ സ്നേക്ക് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ രാജു കിൽസ് എ സ്നേക്ക് എന്നതിന്റെ സബ്ജക്റ്റും ഒബ്ജക്റ്റും വേർബും കണ്ടെത്തേണ്ടി വന്നാൽ സബ്ജക്റ്റ് രാജു ആണ്, ഒബ്ജക്റ്റ് സ്നേക്ക് അല്ല, എ സ്നേക്ക് ആണ് ഒബ്ജക്റ്റ്, കിൽസ് വേർബ് ആണ്. മനസ്സിലായില്ലേ? വേറെ ഒരു സെന്റൻസിലേക്ക് പോകാം. ഇവിടെ ഒരു സെന്റൻസ്, റാണി ഡാൻസസ് വെൽ. റാണി ഒരു വേർഡാണ്, ഡാൻസസ് ഒരു വേർഡാണ്, വെൽ അടുത്ത വേർഡാണ്. ഇവിടെ റാണി സബ്ജക്റ്റ് ആണ്, ഡാൻസസ് വേർബാണ്, വെൽ ഒബ്ജക്റ്റ് അല്ല. ഒരു സെന്റൻസിന് ഒബ്ജക്റ്റ് വേണം എന്ന് നിർബന്ധമില്ല. ഇവിടെ വെൽ എന്ന് പറയുന്നത് ഒരു ആഡ്വേർബാണ്. സബ്ജക്റ്റ് റാണിയാണ്, ഡാൻസസ് വേർബാണ്, വെൽ ഇവിടെ ആഡ്വേർബാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, എല്ലാ സെന്റൻസിനും ഒബ്ജക്റ്റ് വേണം എന്ന് നിർബന്ധമില്ല. സബ്ജക്റ്റും വേർബും ശരിയായി പ്രയോഗിച്ചാൽ അത് ഒരു സെന്റൻസ് ആയി. എക്സാമ്പിൾ, ഐ റൈറ്റ്. ഇവിടെ ഐ എന്ന സബ്ജക്റ്റും റൈറ്റ് എന്ന വേർബും മാത്രമേ ഉള്ളൂ. ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല. ഐ റൈറ്റ് എ ലെറ്റർ. ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ട്, എ ലെറ്റർ ആണ് ഒബ്ജക്റ്റ്. ഈ സെന്റൻസിൽ സബ്ജക്റ്റ് ഐ ആണ്, റൈറ്റ് വേർബ് ആണ്, എ ലെറ്റർ ഒബ്ജക്റ്റ് ആണ്. മിനി റിപ്പയർഡ് ഹർ റേഡിയോ. മിനി ഒരു വേർഡാണ്, റിപ്പയർഡ് വേറൊരു വേർഡാണ്, ഹർ വേറൊരു വേർഡാണ്, റേഡിയോ വേറൊരു വേർഡാണ്. ഈ സെന്റൻസിനകത്ത് 1, 2, 3, 4 വേർഡുണ്ട്. ഇതിൽ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വേർബ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? റിപ്പയർഡ് എന്ന ക്രിയ ആരാണ് ചെയ്യുന്നത്? മിനിയാണ്. അതുകൊണ്ട് മിനി സബ്ജക്റ്റ് ആണ്. റിപ്പയർഡ് എന്ന ക്രിയയുടെ അനുഭവം ഉണ്ടാവുന്നത് ആർക്കാണ്? റേഡിയോ ആണ്. റേഡിയോ ഇവിടെ ഒബ്ജക്റ്റ് ആണ്. റേഡിയോ ആണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, റേഡിയോ ആണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അവിടെ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, വേർബ്. അപ്പോൾ സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും വേർബിനെയും കണ്ടുപിടിക്കാൻ മനസ്സിലായില്ലേ? ഒരു സെന്റൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് വേറെ ഒരു സെന്റൻസ് ആണ്.
മിസ്റ്റർ രമേശ് ഒരു വാക്കാണ്, ടീച്ചേഴ്സ് ഒരു വാക്കാണ്, ഫ്രഞ്ച് മറ്റൊരു വാക്കാണ്. ഇവിടെ ടീച്ചേഴ്സ് എന്ന വേർബിനോട് ആരാ ടീച്ച് ചെയ്യുന്നത്? രമേശ്. രമേശാണ് സബ്ജക്റ്റ്. ടീച്ചേഴ്സ് എന്ന വേർബിനോട് എന്തിനെയാണ് അല്ലെങ്കിൽ ആരെയാണ് ടീച്ച് ചെയ്യുന്നത്? ഫ്രഞ്ചിനെയാണ് ടച്ച് ചെയ്യുന്നത്. ഫ്രഞ്ചാണ് ടീച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് ഫ്രഞ്ചാണ് ഒബ്ജക്റ്റ്. ടീച്ചേഴ്സ് വേർബാണ് എന്ന് നമുക്കറിയാം. മിസ്റ്റർ രമേശ് സബ്ജക്റ്റ് ആണ്, ടീച്ചേഴ്സ് വേർബാണ്, ഫ്രഞ്ച് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേർബ് സെപ്പറേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് സെപ്പറേഷൻ എന്താണെന്ന് നോക്കാം. ഈ സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിനകത്ത് സബ്ജക്റ്റിനെ ഒഴിവാക്കി നിർത്തിയാൽ ബാക്കിയൊക്കെ പ്രെഡിക്കേറ്റ് ആണ്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ആരാ? രമേശ്. പ്രെഡിക്കേറ്റോ? ടീച്ചേഴ്സ്, ഫ്രഞ്ച്. ഒരു സെന്റൻസിനകത്ത് സബ്ജക്റ്റിനെ വേർതിരിച്ചാൽ നമുക്ക് ബാക്കി കിട്ടുന്നതൊക്കെ പ്രെഡിക്കേറ്റ് ആണ്. വേറെ ഒരു സെന്റൻസ് നോക്കാം. അനിൽ ഗോസ് ടു ഡൽഹി. ഇതിന്റെ സബ്ജക്റ്റ് അനിലാണ്, ഒബ്ജക്റ്റ് ടു ഡൽഹി, ഡൽഹിക്കാണ് പോകുന്നത്. ഗോസ് വേർബാണ്. ഇനി സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് സെപ്പറേറ്റ് ചെയ്യണമെങ്കിലോ അനിൽ സബ്ജക്റ്റ് ആണ്, ഗോസ് ടു ഡൽഹി പ്രെഡിക്കേറ്റ് ആണ്. He drinks milk. He ഒരു വാക്കാണ്, ഡ്രിങ്ക്സ് ഒരു വാക്കാണ്, മിൽക്ക് ഒരു വാക്കാണ്. He സബ്ജക്റ്റ് ആണ്, ഡ്രിങ്ക്സ് വേർബാണ്, മിൽക്ക് ഒബ്ജക്റ്റ് ആണ്. ഇവിടെ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേർബ് സെപ്പറേഷൻ ഇങ്ങനെയാണ്. സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് സെപ്പറേഷനിൽ സബ്ജക്റ്റ് ഹി ആണ്, ഇവിടുന്ന് ഇവിടം വരെ പ്രെഡിക്കേറ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് ഒരു സെന്റൻസിനകത്ത് സബ്ജക്റ്റിനെയും ഒബ്ജക്റ്റിനെയും വേർബിനെയും കണ്ടുപിടിക്കാൻ, അതേപോലെ സബ്ജക്റ്റിനെയും പ്രെഡിക്കേറ്റിനെയും വേർതിരിക്കാൻ. ഇനി ഒരു സെന്റൻസിനെ വേർബ് മനസ്സിലാകുന്നില്ല എങ്കിൽ ആ സെന്റൻസിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏകദേശം 8th സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്കും നമ്മുടെ ടെക്സ്റ്റ് പ്രകാരം 1200ഓളം വേർബുകൾ പഠിക്കുമെന്നാണ് അവർ പറയുന്നത്. ഒരു 100 വേർബെങ്കിലും നമ്മൾക്ക് അറിയാമെങ്കിൽ സാധാരണഗതിയിൽ നമുക്ക് വരുന്ന എല്ലാം കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കാതെ വന്നാൽ തന്നെ ഗസ് വർക്കിലൂടെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ വേർബിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവണം. ഇന്നത്തെ ക്ലാസ്സിൽ ഈ വന്ന കാര്യം നിങ്ങൾ ഒരു വരഞ്ഞ നോട്ട്ബുക്കിൽ എഴുതണം. ഒന്നാമത്തെ സെന്റൻസ് ചാപ്റ്ററിന്റെ പേര് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേർബ് എന്നാണ്. ചാപ്റ്റർ നമ്പർ 1 സബ്ജക്റ്റ് ഒബ്ജക്റ്റ് വേർബ്. ഓക്കെ, ക്ലാസ് മനസ്സിലായി കാണും. നിങ്ങൾക്ക് നാളെ ക്വസ്റ്റ്യൻ ഇട്ട് തരാം, നാളെ നോട്ട് ഇട്ട് തരാം. അപ്പം നാളെ നിങ്ങൾ നോട്ട് എഴുതണ്ടു. ഇന്ന് ക്ലാസ് 1-2 പ്രാവശ്യം കേട്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.